ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, നാദിർഷയാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്, റാഫിയാണ് ഇതിന്റെ കഥാ തിരക്കഥയൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ റാഫിയുടെ മകനാണ് ഇതിനകത്ത് ലീഡ് റോളിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അർജുൻ അശോകനുണ്ട്. ബാക്കി കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. ഒരു അത്യാവശ്യം വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. ബാക്കി ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ഇൻസിഡന്റ് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ തുടങ്ങുന്നത്. ഇവിടുന്ന് പാസ്റ്റിലേക്ക് പോയി അവിടുന്ന് പ്രസന്റിലേക്ക് വരുന്ന രീതിയിലാണ് ഇതിന്റെ കഥ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടയ്ക്ക് കുറച്ച് കോമഡിയിൽ കൂടെ കാര്യങ്ങൾ പറഞ്ഞു പോവുക എന്നുള്ള രീതിക്കാണ് പടം എടുത്തിട്ടുള്ളതൊക്കെ. ഇതിന്റെ കഥാതിരക്കഥയൊക്കെ എഴുതി വന്നിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. പക്ഷെ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പരിപാടികൾ വളരെ മോശമായി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എസ്പെഷ്യലി ലീഡ് റോളിൽ വന്നിട്ടുള്ള ആ നായകനും നായികയ്ക്കും പകരം കുറച്ചും കൂടിയും ഫെമിലിയർ ആയിട്ടുള്ള ഒരാൾ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. കാരണം തുടക്കക്കാരുടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ ഒരു സിനിമയ്ക്കകത്ത് കാണാനുണ്ടായിരുന്നു. പക്ഷെ എന്നാലും 2-3 സീനുകളിൽ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു ബോണസ് പോയിന്റ് എന്ന് പറയുന്നത് അർജുൻ അശോകന്റെ ക്യാരക്ടറാണ്. അത് അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറച്ച് സ്ഥലങ്ങളിൽ കുറേ എന്താ പറയുക, ഇതുപോലെ വേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് പേഴ്സണലി തോന്നി. അതുപോലെ തന്നെ വർക്കാവാതെ പോയിട്ടുള്ള ഒരുപാട് കോമഡി കാര്യങ്ങൾ എല്ലാം ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പഴയ ഒരു 90s കഥകളിൽ കാണുന്ന പോലത്തെ കുറേ കാര്യങ്ങൾ ഇവർ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതൊന്നും പക്ഷേ അതുപോലെ ഏറ്റിട്ടൊന്നുമില്ല. അതുപോലെ ഏറ്റിരുന്നെങ്കിൽ കൂടിയും ഇത്രയും ഒരു മോശം അഭിപ്രായത്തിലേക്ക് എത്തില്ലായിരുന്നു. അതായത് എന്നെ സംബന്ധിച്ച് പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഞാൻ പോയ സമയത്ത് ആകെ 10 പേരെ തികയ്ക്കാൻ ബുദ്ധിമുട്ടിയിട്ടാണ് ആ ഒരു ഷോ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ രാമചന്ദ്രൻ CID രാമേന്ദ്രൻ എന്ന് പറയുന്ന സിനിമ കണ്ട പോലെ തന്നെയാണ് ഈ ഒരു സിനിമയും കണ്ടിട്ടുള്ളത്. ഒരു 2 ടിക്കറ്റ് ഷെയർ ഇട്ടിട്ടൊക്കെയാണ് ഞങ്ങൾ ഈ ഒരു സിനിമ ഓണാക്കിയിട്ടുണ്ടായിരുന്നത്. പടത്തിന്റെ മ്യൂസിക് സൈഡിലേക്കൊക്കെ വരുന്ന സമയത്ത് നാദൃശ്യൊക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളതെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്കറിയില്ല എത്രത്തോളം ഉണ്ടെന്ന്. പാട്ടുകളൊക്കെ ഒരു ആവറേജ് സാധനമായിട്ടാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളൂ. അതുപോലെ തന്നെ സിനിമാട്ടോഗ്രാഫി അത്യാവശ്യം നല്ല രീതിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ റിയാസ് ഖാൻ്റെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. നമ്മൾ പണ്ട് വെട്ടത്തിൽ ജഗതിയൊക്കെ ചെയ്ത പോലത്തെ ഒരു റിസംബ്ലൻസ് ഉള്ള ഒരു ക്യാരക്ടർ. പക്ഷേ എനിക്ക് അത്രയും ഒന്നും വർക്കൊന്നും ആയൊന്നുമില്ല. ആൾ വന്ന് ഒരു 5 മിനിറ്റിൻ്റെ സീനുള്ളൂ, ആൾ പോയി. അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കും കൊടുത്ത സാധനങ്ങൾ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജാഫർ ഇടിക്കായാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. വർക്കൊന്നും ചളാക്കാനുള്ള സീൻസ് ഒന്നും ഇല്ല. പിന്നെ റാഫി വരുന്ന ഒരു 1-2 സീനിൽ കുറച്ച് ചിരിക്കാനുള്ളതായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ ഒരു കഥ ഒരു തേങ്ങയും ഡിമാൻഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. കൊച്ചിയിൽ നടക്കുന്ന കുറച്ച് ഡ്രഗ് ഡീലേഴ്സിനെ പറ്റിയിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെയാണ് ഇതിൽ പറയുന്നതൊക്കെ. ഈ ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹമുള്ളവർ എന്തായാലും തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് മുമ്പേ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ പറയാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കാതിരിക്കാം. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.